നമസ്കാരം. കഴിഞ്ഞ തവണ ഗ്യാലറിയിൽ നിന്ന് കളി കാണുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തവണ നമ്മൾ ഗ്രൗണ്ടിലിറങ്ങി കളിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നദിയുടെ നടുക്കിറങ്ങി കുഴി കുഴിച്ച് അതിനകത്ത് നിന്ന് ഇത്രയും മീൻ നമ്മൾ പിടിച്ചു. ഈ വീഡിയോ ശരിക്കും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. കാരണം ഒരു മീൻ പിടിക്കുന്നതിൻ്റെ ഇനീഷ്യൽ ടു എൻഡ് ഓഫ് ദി പ്രൊസീജിയർ നമ്മൾ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നുണ്ട്. ആദ്യം മുതൽ എങ്ങനെയാണ് ഒരു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസിന് മുകളിൽ കുഴിയെടുക്കുന്നത്, അതിനകത്തൂടെ എങ്ങനെയാണ് നമ്മൾ ഈ ഹുക്ക് താപ്പോട്ടിടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ നാട്ടിലേക്ക് കൂടുതൽ ചൂണ്ടയെടുത്ത് ഇട്ടിട്ട് നമ്മൾ നാട്ടിൻപുറത്തൊക്കെ സാധാരണ ചൂണ്ടയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊങ്ങ് താഴുന്നതനുസരിച്ചാണ് നമ്മൾ മീൻ ഹുക്കപ്പ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 ആളടി താഴ്ചയിലാണ് ഇപ്പം ഈ ചൂണ്ട താഴേക്ക് പോകുന്നത്. അപ്പം താഴെ ചെന്നതിന് ശേഷം ഈ മീനുകളെല്ലാം ഓൾറെഡി വിശന്ന് കിടക്കുന്ന ടൈപ്പായിരിക്കും. അപ്പം ഈ വിശപ്പ് അതിജീവിക്കാനെ കൊണ്ട് ഇത് എന്ത് കിട്ടിയാലും കയറി ബൈറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ താഴേക്ക് ഈ ചൂണ്ട ചെല്ലുകയും ഈ ചൂണ്ടയുടെ സൈഡിലായിട്ട് മീനുകൾ വന്ന് നിൽക്കുകയും, അപ്പോൾ നമ്മൾ ഇത് റീവ് ചെയ്യും. മണ്ടയ്ക്ക് റീവ് ചെയ്യുന്ന ടൈമിലേക്ക് ഏതെങ്കിലും മീൻ ഈ ചൂണ്ടയിൽ കറക്റ്റായിട്ട് കയറി ബൈറ്റ് ചെയ്യുകയും ആ സമയത്ത് നമ്മൾ മണ്ടയ്ക്ക് താഴേന്ന് മുകളിലേക്ക് പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഉള്ളവരെ സംബന്ധിച്ച് ഒരു ചൂണ്ടയിടുക അല്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റേതായുള്ള ഒരു പ്രൊഫഷണൽ മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ് ഇടുക. ഇപ്പം ചൂണ്ടയിടാൻ വരുവാണെന്നുണ്ടെങ്കിൽ ചൂണ്ടയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആക്സസറീസും ഗിയേഴ്സും അവരുടെ കയ്യിൽ കാണും. അപ്പം അത് ഒരു ചെറിയ ബോക്സിനകത്താക്കിയിട്ട് കൊണ്ടുവന്ന് അവിടെ വെച്ച് തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ ഫുള്ള് അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് അവർ ആ ചൂണ്ടയിടുന്നത്. ശരിക്കും ആ ഒരു കാര്യങ്ങൾ കാണാനും വേണ്ടി ഉണ്ട്. കാരണം ഒരാൾ ചൂണ്ടയിടുന്നതും അത് മീനെ എടുക്കുന്നതും അത് മണ്ടയ്ക്കോട്ട് എടുത്തിട്ടിട്ട് അത് കറക്റ്റ് ആക്സസ് ചെയ്ത്, അതായത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതും അതൊരു ശരിക്കും ഒരു കല തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇരുന്ന് ചൂണ്ടയിട്ടിട്ട് ഞങ്ങൾക്ക് 19 മീനെ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റിയത്. അപ്പം ഒരു മീനിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരു കൈയുടെ വലിപ്പം ഉണ്ടാവും. ആ ഒരു ലെവലിലുള്ള 19 മീനെ ഞങ്ങൾ പിടിച്ചു. ശരിക്കും നദിയുടെ മണ്ടയ്ക്ക് ഐസായി കിടക്കുന്ന ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഉള്ളൊരു മീൻപിടുത്തം എന്ന് പറഞ്ഞൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു.